സ്റ്റുഡൻസ് ഇംപ്രൂവ്മെന്റ് എക്സാംസിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോസ് ഓഫ് മോഷൻ എന്നൊരു ചാപ്റ്ററിന് ഏറ്റവും അധികവും ചോദിക്കാറുള്ള ചോദ്യങ്ങളെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഏറ്റവും അധികം വരുന്ന ഭാഗം ബാങ്കിങ് ഓഫ് റോഡ്സ് എന്നൊരു സെക്ഷനാണ്. അതായത് റോഡ് ബാങ്ക് ചെയ്യുമ്പം അതിൻ്റെ മുകളിൽ കൂടി വെഹിക്കിൾസ് ഓടുമ്പോഴും മൂവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൽ സംഭവിക്കുന്നത്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും അധികം വരാറ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മളെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരാറുള്ളത്. ദെൻ കംസ് ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇമ്പൾസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ ലിഫ്റ്റിൻ്റെ മോഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ ഈ ഭാഗങ്ങളിൽ വരുന്ന ചോദ്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാണ്. അപ്പം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് അധികവും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബാങ്കിങ് ഓഫ് റോഡ് എന്നൊരു സെക്ഷനിലുള്ള ചോദ്യങ്ങളൊന്ന് നോക്കാം. അപ്പം വാട്ട് ഈസ് മെന്റ് ബൈ ബാങ്കിങ് ഓഫ് റോഡ്സ്? ഈ ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ദി ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് ഇസ് റേസ്ഡ് അബവ് ദി ഹൊറിസോണ്ടൽ ലെവൽ. What is this process called? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? ഇറ്റ് ഇസ് കോൾഡ് ബാങ്കിങ്. ഓക്കെ, വൈ ഇസ് ദിസ് ബാങ്കിങ് ഡൺ? ബാങ്കിങ് ചെയ്യുന്നത് എന്തിനാണ്? സേഫ് റൈഡിങ് അല്ലെങ്കിൽ സേഫ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ടു അവോയ്ഡ് സ്കിഡിങ്. ഓക്കെ, ദെൻ സ്കെച്ച് ദ ഡയഗ്രാം ഓഫ് എ വെഹിക്കിൾ ഓൺ എ ബാങ്ക്ഡ് റോഡ് ആൻഡ് മാർക്ക് ദ ഫോഴ്സസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ബാങ്ക്ഡ് റോഡ് കാണിക്കുക, ഒരു വെഹിക്കിൾ ഉണ്ട്, വെഹിക്കിളിൻ്റെ മേലെ വരുന്ന ഫോഴ്സസ് കാണിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് വെഹിക്കിളിൻ്റെ മേലെ വരുന്ന ഫോഴ്സസ്? മെയിൻ ആയിട്ടുള്ള ഫോഴ്സസ് എന്തൊക്കെയാണ് കാണിക്കേണ്ടത്? ഒന്ന് വെഹിക്കിളിൻ്റെ വെയിറ്റ് mg വിച്ച് ഇസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ആംഗിൾ ഓഫ് ബാങ്കിങ് ഇസ് തീറ്റ. അപ്പം ഈ ആംഗിളും തീറ്റയാണ്. ഇത് mg ആണെങ്കിൽ ദിസ് വിൽ ബി mg കോസ് തീറ്റ. ഓക്കെ, പിന്നെ ഇവിടെ വരുന്ന നോർമൽ റിയാക്ഷൻ n, ഇത് n കോസ് തീറ്റ. ദെൻ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കുന്നത് n സൈൻ തീറ്റയും fs കോസ് തീറ്റയും. ഇത്രയും ഫോഴ്സസ് നിങ്ങൾ ഡയഗ്രാമിൽ ഉണ്ടായിരിക്കണം. Derive an expression for maximum safe speed of a vehicle on a banked road with friction. അപ്പോൾ ഇതിനെ വീണ്ടും ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ വീണ്ടും ഈ ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് ഡയഗ്രാമിൽ നമുക്ക് ഇത് എഴുതാം. n cos തീറ്റ വിൽ ബി ഈക്വൽ ടു വാട്ട്? mg പ്ലസ് fs സൈൻ തീറ്റ. അപ്പോൾ അതെഴുതി അതിൽ നിന്ന് mg ഈക്വൽ ടു n cos തീറ്റ മൈനസ് fs സൈൻ തീറ്റ, അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. പിന്നെ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് n സൈൻ തീറ്റയും fs cos തീറ്റ ആയതുകൊണ്ട് സെൻട്രിപിറ്റൽ ഫോഴ്സ് mv സ്ക്വയർ ബൈ r ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു n സൈൻ തീറ്റ പ്ലസ് fs cos തീറ്റ. ദിസ് ഇസ് ഇക്വേഷൻ 1/2. ഇനി ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇതിന് ഇവിടെ എമ്മും ക്യാൻസൽ ആയി പോകും. അപ്പം വി സ്ക്വയർ ബൈ ആർ ജി ഈക്വൽ ടു ദിസ് വാല്യൂ. പിന്നെ അടുത്തത് ഡിവൈഡിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ n കോസ് തീറ്റയാണ്. അങ്ങനെ ചെയ്താൽ വി ഗെറ്റ് ദിസ് ഇക്വേഷൻ. പിന്നെ ഇതിൽ വെലോസിറ്റി മാക്സിമം ആവുമ്പം ഇവിടെ fs fms ആവും. സോ fms ബൈ n ഇസ് വാട്ട്? μs സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ വി മാക്സിന് എഴുതുമ്പോൾ ഇവിടെ μs എഴുതാം. എന്നിട്ട് ഫൈനലി വി മാക്സിൻ്റെ ഇക്വേഷൻ എഴുതാം. അപ്പോൾ നിങ്ങൾ ഈ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഫസ്റ്റും സെക്കൻഡും ഈ സ്റ്റെപ്പും കൂടി എഴുതാം. പിന്നെ ഇതൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നേരിട്ട് നമുക്ക് ഈ ആൻസർ ഓർമ്മയുണ്ടെങ്കിൽ ഇത്ര എഴുതിയാലും നമുക്ക് ഫുൾ മാർക്ക് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ എക്സാമിന് ഈ രീതിയിലൊക്കെ ചെയ്താൽ നമുക്ക് ടൈമും സേവ് ചെയ്യാം, നമുക്ക് മാർക്സും സ്കോർ ചെയ്യാം. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദി ഓപ്റ്റിമം സ്പീഡ്? ഓപ്റ്റിമം സ്പീഡ് എന്ന് വെച്ചാൽ ഒരു ബാങ്ക്ഡ് റോഡിലേക്ക് കൂടി, ഒരു ഫ്രിക്ഷൻ ഇല്ലാത്ത ബാങ്ക് റോഡിലേക്ക് കൂടി ഒരു വെഹിക്കിൾ പോകുമ്പം എത്ര മാക്സിമം സേഫ് സ്പീഡിന് അതിന് പോകാൻ പറ്റും, അതിനെയാണ് നമ്മൾ ഓപ്റ്റിമം സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം സേഫ് വെലോസിറ്റി ഓഫ് എ കാർ മൂവിങ് ഓൺ എ ഫ്രിക്ഷൻലെസ് ബാങ്ക്ഡ് റോഡ്. ഓക്കെ, അപ്പം വാട്ട് ഈസ് ഓപ്റ്റിമം സ്പീഡ് എന്ന് ചോദിച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ ചിലപ്പം ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇറ്റ് എന്നും വരാം. അങ്ങനെ വരുവാണെങ്കിൽ വീണ്ടും നേരത്തെ വരച്ച ഡയഗ്രാം വരയ്ക്കണം. ബാങ്ക്ഡ് റോഡിൻ്റെ ഡയഗ്രാം, ഫോഴ്സസ് ഒക്കെ കാണിച്ചിട്ടുള്ള ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് അതിൽ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുക. സോ വി മാക്സിമം ഈക്വൽ ടു ഇത്രയും സ്റ്റെപ്സ് മതി. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 1/2 ചെയ്തിട്ട് വി മാക്സിമം ഈക്വൽ ടു ഇത്ര വരെ എഴുതി. ഇനി ഇഫ് ദർ ഇസ് നോ ഫ്രിക്ഷൻ μs വിൽ ബി ഈക്വൽ ടു 0, അത് എഴുതുക. സോ വി മാക്സിമം ഈക്വൽ ടു √/rg tan തീറ്റ. ഇതിനെയാണ് ഓപ്റ്റിമം സ്പീഡ് എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് ഓപ്റ്റിമം സ്പീഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ ഡെറിവേഷനിൽ എഴുതണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ മാക്സിമം സ്പീഡ് ഓഫ് എ കാർ ഓൺ എ സർക്കുലർ ലെവൽ റോഡ്. ഈ ചോദ്യങ്ങൾ സർക്കുലർ ലെവൽ റോഡിലുള്ള ചോദ്യങ്ങൾ അധികം വരാറില്ല, പക്ഷെ വന്നത് ഒരു വർഷം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പം അതിൽ വീണ്ടും ഡയഗ്രാം വരയ്ക്കുക. സർക്കുലർ ലെവൽ റോഡാണ്. ഫോഴ്സസ് കാണിക്കുക. ഇവിടെ fs, ഇവിടെ n, ഇവിടെ mg.
അപ്പം ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് mv²/r = fs ആണ്. അതിന് ഇക്വേഷൻ 1 കൊടുത്തു. പിന്നെ mg = n, ഇക്വേഷൻ 2 1/2 നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ്. അപ്പം v = √/rg fs/n കിട്ടി. ഇനി v മാക്സിമം ആവുമ്പം fms ആവും. അപ്പം അത് fms/n μs ആണ്. സോ √/μs/rg. ദിസ് ഇസ് ദ മാക്സിമം സേഫ് സ്പീഡ്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഫോഴ്സ് പ്രൊവൈഡ്സ് എ നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് ഫോർ എ കാർ ടേക്കിംഗ് സർക്കുലർ ട്രാക്ക്? അപ്പം ഇങ്ങോട്ടേക്ക് വരുന്ന ഈ ഫോഴ്സ് ആണ് ഇതിന് നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് അല്ലേ? ആ ഫോഴ്സ് എന്താണ്? നത്തിങ് ബട്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പം ആൻസർ എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിംഗ് ബിറ്റ്വീൻ റോഡ് ആൻഡ് ടയർ ആക്ടിംഗ് ഓൺ എ കാർ മൂവിംഗ് ഓൺ ഹൊറിസോണ്ടൽ റോഡ്? അപ്പം സർക്കുലർ റോഡാണോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ഹൊറിസോണ്ടൽ റോഡിൽ ഒരു കാർ ഇങ്ങനെ പോകുന്നു. അപ്പം ആ ടയറും റോഡിൻ്റെയും ഇടയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? അത് നമുക്ക് നാച്ചുറലി അറിയാം. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് ടയർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഇനി അടുത്ത ചോദ്യം. അതായത് ഈ ഒരു ഭാഗത്തു നിന്ന് കുറച്ച് പ്രോബ്ലംസും വരാറുണ്ട്. അപ്പം പ്രോബ്ലംസ് 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഫോർമാറ്റ് മാത്രമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അടുത്ത പ്രോബ്ലം നോക്കാം. A circular track is of radius 300 meter and is banked at 15 degree. Μs = 0.2. What is μs? It is a coefficient of static friction. ചിലപ്പം μs എന്ന് പറയില്ല, coefficient of static friction 0.2 എന്ന് പറയും. ഓക്കെ. അങ്ങനെ വരുമ്പോൾ ചോദ്യങ്ങൾ ഇതാണ്. Find the maximum permissible speed to avoid skidding. അപ്പോൾ ഇതിൽ ഫ്രിക്ഷൻ്റെ കേസ് ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ എന്താണ് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ വി മാക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് വിത്ത് ഫ്രിക്ഷൻ. ഓക്കെ. ഫ്രിക്ഷൻ ഉള്ള ബാങ്ക്ഡ് റോഡിൽ ഒരു കാറ് മൂവ് ചെയ്യുമ്പം മാക്സിമം സ്പീഡ് ഇതാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതുക. കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ഗെറ്റ് ദി ആൻസർ 38 m/s. അടുത്ത ചോദ്യം നോക്കുക. വാട്ട് ഇസ് ദി ഓപ്റ്റിമം സ്പീഡ്? ഓപ്റ്റിമം സ്പീഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മാക്സിമം സേഫ് സ്പീഡ് ഓൺ ദ ഫ്രിക്ഷൻലെസ് ബാങ്ക്ഡ് റോഡ്. അതിൻ്റെ ഇക്വേഷൻ എന്താ? √/rg tan θ ആണ്. അപ്പോൾ v max = √/rg tan θ. അതിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ 28.34. ഓക്കെ. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ബാങ്കിങ് ഓഫ് റോഡ് എന്നൊരു സെക്ഷനിൽ വരുന്നത്. ന്യൂട്ടൺസ് ലോസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വന്നു എന്ന് നോക്കാം. ഇതിൽ നിന്ന് മിക്കവാറും എല്ലാം ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കാം. A man jumping out of a slow moving bus falls forward. This is due to എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? Again it is due to inertia. അല്ലേ? Which Newton's law gives the above concept? Newton's first law is the law of inertia. So Newton's first law ആണ് ഇതിൻ്റെ ആൻസർ. Stated. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? Every body continues to be in a state of rest or state of uniform motion unless and until an unbalanced force acts on it. What is a net force on a book resting on a table? ഒരു ബുക്ക് ടേബിളിൽ നിൽക്കുന്നു. അപ്പോൾ അത് റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ മേലെയുള്ള നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. Why are passengers thrown forward when a speeding bus suddenly stops? Again it is due to inertia. When a horse suddenly moves, the rider falls backward. Name and state the law. അപ്പോൾ ഇവിടെയും വരുന്നത് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയണം. A man at the center of an ice slab can get himself to the edge of a slab by blowing air in forward direction. Name the principle involved. അതായത് ഒരാൾ ഒരു ഐസ് സ്ലാബിൻ്റെ സെൻറ്ററിൽ നിൽക്കുകയാണ്. അയാൾ ഇങ്ങനെ ഊതുമ്പോൾ എയർ മുന്നോട്ട് ഊതുമ്പോൾ അയാൾ ബാക്കിലേക്ക് പോകുന്നു, സ്ലാബിൻ്റെ എഡ്ജിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതിൽ വരുന്ന പ്രിൻസിപ്പിൾ എന്താ? ഇതിൽ വരുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ ആണ് അല്ലേ? ന്യൂട്ടൺസ് അയാൾ മുന്നോട്ട് ഹി ഈസ് ഗിവിങ് എൻ ആക്ഷൻ ആൻഡ് ഹി ഈസ് ഗെറ്റിംഗ് എ റിയാക്ഷൻ. അതുകൊണ്ടാണ് ബാക്കിലേക്ക് എത്തുന്നത്. A horse can't pull a cart and run in empty space. Why? കാരണം സാധാരണ രീതിയിൽ ഗ്രൗണ്ടിലൊക്കെ നമ്മൾ ഏർത്തിൽ മൂവ് ചെയ്യുമ്പം ഹോഴ്സിന് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ? അത് മൂവ് ചെയ്യുമ്പം അത് ഏർത്തിൽ ഒരു ആക്ഷൻ കൊടുക്കുന്നു ആൻഡ് എർത്ത് ഇസ് ഓർ ദ ഗ്രൗണ്ട് ഇസ് ഗിവിങ് എ റിയാക്ഷൻ ടു ദ ഹോഴ്സ് ആൻഡ് ആ ഒരു രീതിയിൽ അതിന് മുന്നോട്ട് പോകാൻ പറ്റുന്നു. പക്ഷേ എംപ്റ്റി സ്പേസിൽ ആക്ഷനും റിയാക്ഷനും പോസിബിൾ അല്ല. സോ ഇറ്റ് ഇസ് നോട്ട് ഏബിൾ ടു മൂവ്. Action and reaction are equal and opposite, yet they do not cancel each other. Why? The equal and opposite ആണെങ്കിലും they are acting on action and reaction are acting on different bodies, on two different bodies, so they do not cancel each other. Name the law which helps to measure force. ഏത് ലോ ആണ് ഫോഴ്സ് മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ആണ്. യൂസിങ് ദ ലോ ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ്. അപ്പം ഫോഴ്സ് നമ്മൾ according to Newton's second law, force is directly proportional to its change of momentum. So F is proportional to dp/dt. പിന്നെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ ഒരു k വെച്ചു. SI യൂണിറ്റ് പ്രകാരം k 1 ആണ്.
പിന്നെ ഇവിടെ പി എന്ന് പറയുന്നത് എം വി ആണ്. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എം വി വന്നു. എം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. ഡി വി ബൈ ഡി ടി മാത്രമായി. സോ എം എ. സോ കെ 1 ആയതുകൊണ്ട് എഫ് ഈക്വൽ ടു എം എ. An iron ball and a wooden ball of same radius are dropped from a height. Iron ball reaches first. True or false? ഇതിൻ്റെ ആൻസർ false ആണ്. കാരണം നമ്മൾ അയൺ ബോളും വുഡൻ ബോളും ഒരേ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇടുകയാണ്. വേറെ ഒന്നും പറയാത്തതുകൊണ്ട് വി കൺസിഡർ ഇറ്റ് ആസ് വാക്യൂം. അപ്പോൾ വാക്യൂത്തിൽ അത് വീഴുമ്പോൾ എന്തായിരിക്കും? അത് ഒരേ സമയത്താണ് എത്തുക. യൂസിങ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എക്സ്പ്ലെയിൻ ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്താ? ഇമ്പൾസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത് എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ്. അപ്പോൾ ഇതിൽ എഫ് ഇൻറ്റു ഡി ടി ഈക്വൽ ടു ഡി പി. എഫ് ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത് ഇമ്പൾസ് ആണ്, ആൻഡ് ഡി പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. സോ ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം, ആൻഡ് ദിസ് ഇസ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. അടുത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അതിൽ എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി അഗെയിൻ അത് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇഫ് എഫ് ഈക്വൽ ടു 0, ഡി പി ബൈ ഡി ടി ഈസ് 0, സോ പി ഈസ് കോൺസ്റ്റന്റ്. ദിസ് ഇസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഫ്രിക്ഷൻ എന്നൊരു സെക്ഷനിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സാധാരണ നമ്മൾ എഫ് എസ് എന്നാണ് എഴുതുക. എഫ് എസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. എഫ് എം എസ് മാക്സിമം വാല്യൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ എഫ് എം എസ് ഈക്വൽ ടു മ്യൂ എസ് എം, അതാണ് അതിൻ്റെ റിലേഷൻ. അപ്പോൾ മ്യൂ എസ് റെപ്രസെൻറ്റ്സ് കോഎഫിഷ്യൻറ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, എം റെപ്രസെൻറ്റ്സ് നോർമൽ റിയാക്ഷൻ. സ്റ്റേറ്റ് ദ ലോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ രണ്ട് ലോസ് ഉണ്ട് മെയിനായിട്ട്. ഒന്ന് എഫ് എം എസ് ഈക്വൽ ടു മ്യൂ എസ് എം. രണ്ടാമത്തെ ലോ, it is independent of area of contact. FMS is independent of area of contact. Choose a correct statement. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തെ ഓപ്ഷനാണ് കറക്റ്റ്. കൈനറ്റിക് ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. പിന്നെ നാലാമത്തെ ചോദ്യം, ഡിറ്റർമൈൻ ദ മാക്സിമം ആക്സലറേഷൻ ഓഫ് എ ട്രെയിൻ ഇൻ വിച്ച് എ ബോക്സ് ലൈങ് ഓൺ ഫ്ലോർ റിമെയിൻസ് സ്റ്റേഷനറി. അപ്പം box which is lying on the floor remains stationary while the train is accelerating. അതാണ് ചോദ്യം. അപ്പോൾ ഇവിടെയും നമുക്ക് ഇതിൽ മ്യൂ എസ് ഈക്വൽ ടു 0.15 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള റിലേഷൻ എടുക്കാം. കാരണം ഇവിടെ ബോക്സ് സ്റ്റേഷനറി ആയതുകൊണ്ടാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എടുക്കുന്നത്. അപ്പോൾ എഫ് എസ് ഈക്വൽ ടു മ്യൂ എസ് എൻ. എഫ് എസിൻ്റെ സ്ഥാനത്ത് എഫ് എന്ന് പറഞ്ഞാൽ എം എ ആണല്ലോ. അപ്പോൾ എം എ ഈക്വൽ ടു മ്യൂ എസ്, എൻ എന്ന് വെച്ചാൽ എം ജി ആണ്. എമ്മും എമ്മും ക്യാൻസൽ ചെയ്തു. എ ഈക്വൽ ടു മ്യൂ എസ് ജി. മ്യൂ എസും ജിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ഗെറ്റ് ദി ആൻസർ ഇസ് 1.5 meter per second square. അടുത്തത്, എ മാസ് റെസ്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ദ പ്ലെയിൻ ഇസ് ഗ്രാജുവലി ഇൻക്ലൈൻഡ് അറ്റ് ആംഗിൾ തീറ്റ. മാസ് ബിഗിൻസ് ടു സ്ലൈഡ്. ഷോ ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പം ഒരു മാസ് ഇവിടെ ഉണ്ട്. മാസ് ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഇസ് തീറ്റ. ഈ ഒരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിൽ മാസ് ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ഡൗൺ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രം ദ ഡയഗ്രാം എം ജി സൈൻ തീറ്റ വിൽ ബി ഈക്വൽ ടു എഫ് എസ് ആൻഡ് എൻ വിൽ ബി ഈക്വൽ ടു എം ജി കോസ് തീറ്റ. അപ്പോൾ അത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എഫ് എസ് ബൈ എൻ ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് കിട്ടി. എഫ് എസ് ബൈ എൻ എന്താണ്? മ്യൂ എസ് ആണ്. സോ മ്യൂ എസ് ഈക്വൽ ടു ടാൻ തീറ്റ. വാട്ട് ഈസ് ദി കണ്ടീഷൻ ഫോർ ഈക്വലിബ്രിയം ഓഫ് കൺകറന്റ് ഫോഴ്സസ്? കൺകറന്റ് ഫോഴ്സസ് എന്ന് വെച്ചാൽ ഫോഴ്സസ് വിച്ച് ആർ ആക്ടിങ് അറ്റ് എ പോയിന്റ്. അപ്പം ഈക്വലിബ്രിയം ഓഫ് കൺകറന്റ് ഫോഴ്സസ് എന്ന് വെച്ചാൽ ടോട്ടൽ ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു 0. ഫ്രിക്ഷൻ ഇസ് നെസസറി ഈവിൾ എക്സ്പ്ലെയിൻ. ഫ്രിക്ഷൻ നെസസറി ഈവിൾ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫ്രിക്ഷൻ നമുക്ക് അത്യാവശ്യം ആണ്. ഓക്കെ, അതേ സമയത്ത് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് വേറെ ടയറും അങ്ങനത്തെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ ഫ്രിക്ഷൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഫോർ ഈവൻ ഫോർ വാക്കിംഗ് വി നീഡ് ഫ്രിക്ഷൻ, ബട്ട് വിത്തൗട്ട് ഫ്രിക്ഷൻ വി ക്യാനോട്ട്, ബട്ട് വിത്ത് ഫ്രിക്ഷൻ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു മാനേജ് ദ വെയർ ആൻഡ് ടയർ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫ്രിക്ഷൻ ഇസ് എ നെസസറി ഈവിൾ. കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം എന്നൊരു സെക്ഷനിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. Light bullet is fired from heavy gun. Choose a correct statement. Speed of gun and bullet is same. Momentum of gun and bullet is same in magnitude and direction. Momentum of gun and bullet is the same in magnitude and opposite in direction. Velocity of gun and bullet is the same. അപ്പം ഗണ്ണെന്ന് ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പം ഗണ്ണ് ബുള്ളറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. ഓക്കെ, മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും, പക്ഷേ ദേ മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പം ദ സി ഓപ്ഷൻ ആണ് കറക്റ്റ്. സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്. എ സ്പ്രിംഗ് ബാലൻസ് ഗിവ്സ് മാസ് ഓഫ് ദ ബോഡി വൈൽ കോമൺ ബാലൻസ് ഗിവ്സ് വെയിറ്റ്. സ്പ്രിംഗ് ബാലൻസ് വെയിറ്റ് ആണ് നോക്കുന്നത്, കോമൺ ബാലൻസ് മാസും. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ്. If the same forces apply to two bodies of different mass for the same time, the change in momentum of the two bodies is the same. അതായത്
മാസ് വ്യത്യാസമുള്ള രണ്ട് ബോഡീൻ്റെ മേലെ ഒരേ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ് ഒരേ സമയത്ത്. അപ്പം അതിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റം സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ശരിയാണ്. ഓക്കെ, മൊമെൻറ്റത്തിൻ്റെ വാല്യൂ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ബോത്ത് ദ ബോഡീസ് വിൽ ബി ദ സെയിം. Apparent weight of a block of wood floating in water is 0. അത് ട്രൂ ആണ്. Rate of change of total momentum of a system is proportional to dash of the system. External force ആണ്, sum of internal force ആണോ? External forces ആണ് മൊമെൻറ്റത്തിൽ വ്യത്യാസം വരുത്തുക. Internal forces മൊമെൻറ്റത്തിൽ വ്യത്യാസം വരുത്തില്ല. അപ്പോൾ the answer is external force. Gun moves backward while firing a bullet. Momentum of the gun is greater than the momentum of the bullet. Momentum of the gun is the same as the momentum of the bullet in magnitude. Gun and bullet have the same kinetic energy. അപ്പോൾ ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കുറച്ച് സിമിലർ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? മൊമെൻറ്റം സെയിം ആയിരിക്കും in magnitude but opposite in direction. A motorcycle and a bus are moving with the same momentum which has greater kinetic energy. നമുക്കറിയാം ബസ്സിൻ്റെ മാസ് മോട്ടോർ മാസിനേക്കാളും കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഫോർമുല നോക്കുക. കൈനറ്റിക് എനർജി ഈസ് p² by 2m, where p is a momentum. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് കൂടുതലാണെങ്കിൽ കൈനറ്റിക് എനർജി കുറവായിരിക്കും. അപ്പം മാസ് കുറവാണെങ്കിൽ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. ഇവിടെ മോട്ടോർ സൈക്കിളിന് മാസ് കുറവാണ്, സോ അതിൻ്റെ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. A shell of mass 0.02 kilogram is fired from a gun of mass 100 gram. If the muzzle speed of the shell is 80 meter per second, what is the recoil speed of the gun? നമുക്കറിയാലോ, ഗണ്ണിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പം ഗണ്ണ് ബാക്ക്വേർഡ് ഡയറക്ഷനിലും ബുള്ളറ്റ് ഫോർവേഡ് ഡയറക്ഷനിലും പോകും. ഗണ്ണ് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ പോകുമ്പോൾ അതിനുള്ള വെലോസിറ്റിനെ റീകോയിൽ വെലോസിറ്റി എന്നാണ് പറയുക. പക്ഷെ രണ്ടിൻ്റെയും മൊമെൻറ്റം സെയിം ആയിരിക്കും. അപ്പോൾ മൊമെൻറ്റം ഓഫ് ദി ഷെൽ വിൽ ബി ഈക്വൽ ടു മൊമെൻറ്റം ഓഫ് ദി ഗൺ. മൊമെൻറ്റത്തിൻ്റെ ഫോർമുല മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. സോ മാസ് ഓഫ് ദി ഷെൽ ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി ഷെൽ വിൽ ബി ഈക്വൽ ടു മാസ് ഓഫ് ദി ഗൺ ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി ഗൺ. ഇതിൽ നമുക്ക് വെലോസിറ്റി ഓഫ് ഗണ്ണിൻ്റെ ഇക്വേഷൻ എടുക്കാം. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ഗെറ്റ് ദി ആൻസർ 16 × 10⁻³ മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. Law of conservation of linear momentum states that if the external force is 0, linear momentum is conserved. Force depends on the rate of change of momentum state, whether it is external or internal force. External forces ആണ് മൊമെൻറ്റത്തിൽ വ്യത്യാസം വരുത്തുക, internal forces ഇല്ല. So the answer is external force. What happens to linear momentum when force is absent? Naturally, when force is absent, linear momentum is conserved. Prove law of conservation of linear momentum on the basis of second law of motion. Second law of motion പറയുന്നത് എന്താ? F equal to dp by dt ആണ്. If F is 0, dp by dt is also 0, and so p is a constant or linear momentum is conserved. പിന്നെ ഒരു ഗ്രാഫ് ഉണ്ട്. ഫോഴ്സ് ആക്ടിങ് അലോങ് എ ബി ഈസ്, അപ്പം ഈ ഒരു ഗ്രാഫിൽ എഫ് ഇങ്ങനെ ഒരു വാല്യൂ തന്നെയാണ് എ നിന്ന് ബി വരെ, സോ ഇറ്റ് ഇസ് കോൺസ്റ്റന്റ്, ട്രൂ ആണ്. ഫോഴ്സ് ആക്ടിങ് അലോങ് സി ഡിയിൽ ഫോഴ്സ് 0 ആണ്, സോ ഇവിടെയും ട്രൂ ആണ്. What is the SI unit of impulse? Impulse is force into time and it is nothing but the change in momentum. So the unit of impulse will be kilogram meter per second. Stone breaks the window glass into pieces while bullet pierces the same. Why? Bullet നല്ല high velocity വിൻഡോയിലേക്ക് പോകുമ്പോൾ ബുള്ളറ്റും വിൻഡോവും തമ്മിലുള്ള ടൈം, കോൺടാക്റ്റിൽ വരുന്ന ടൈം വളരെ ചെറുതായിരിക്കും. അതേസമയത്ത് സ്റ്റോണും വിൻഡോവും കൂടി കോൺടാക്റ്റിൽ വരുന്ന ടൈം കുറച്ച് വലുതായിരിക്കും. അപ്പം ടൈം കൂടുതലാണെങ്കിൽ ഇമ്പൾസ് കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റോണ് കൂടുതൽ ഇമ്പൾസീവ് ആയിരിക്കും, അതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. ഗ്ലാസ് പീസസ് ആയിട്ട് പൊട്ടുന്നത് അതുകൊണ്ടാണ്. 2 billiard balls each of mass 0.05 kilogram moving in opposite direction with speed 6 meter per second collide and rebound with the same speed. What is the impulse imparted to each other due to the other? അപ്പോൾ ഇമ്പൾസ് കാണണമെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം കാണണം. ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ mv2 - mv1 ആണ്. m കോമൺ ആണ്, അപ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് v2 - v1 വന്നു. v2 ഉം v1 എന്ന് പറഞ്ഞാൽ രണ്ട് മാസിൻ്റെ വെലോസിറ്റിയാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതുകൊണ്ട് ഒന്നിൻ്റെ പോസിറ്റീവ് മറ്റേതിൻ്റെ നെഗറ്റീവ് എടുക്കുന്നു. അപ്പം 6 ഒന്നിന് മറ്റേതിന് -6. അങ്ങനെ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുന്നു. Write down the apparent weight of a child in lift if the lift is ascending down with an acceleration a. ലിഫ്റ്റ് താഴേക്ക് പോവാൻ അസെൻഡിങ് വിത്ത് ആക്സലറേഷൻ എ. ലിഫ്റ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ലിഫ്റ്റ് അതിൻ്റെ അകത്തുള്ള ആളുടെ വെയിറ്റ് കൂടുന്നതായിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പോൾ അപ്പാരൻറ്റ് വെയിറ്റ് എന്തായിരിക്കും? m × g+a. ലിഫ്റ്റ് ഡിസെൻഡിങ് ആണെങ്കിൽ, അതായത് താഴേക്ക് പോവുകയാണെങ്കിൽ അപ്പാരൻറ്റ് വെയിറ്റ് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പം അപ്പാരൻറ്റ് വെയിറ്റിൻ്റെ ഫോർമുല എന്തായിരിക്കും? m × g - a. What is the apparent weight of the child of weight 20 kg if the lift moves down with uniform acceleration 5 meter per second square? Apparent weight ന്റെ ഫോർമുല എഴുതാം. r = mg - 8, കാരണം താഴേക്ക് പോവാണ്. പിന്നെ 10 20 10 - 5
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പിന്നെ 100 ന്യൂട്ടൺ ആണ് ആൻസർ. പിന്നെ ഇതിൽ മാച്ച് ദ ഫോളോയിങ്ങും വരാറുണ്ട്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ആണെങ്കിൽ ഇറ്റ് ഇസ് ലോ ഓഫ് ഇനേർഷ്യ. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആണെങ്കിൽ മൊമെന്റം ബിഫോർ കൊലീഷൻ ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊലീഷൻ. ഇമ്പൾസ് ആണെങ്കിൽ ഇറ്റ് ഇസ് ചേഞ്ച് ഇൻ മൊമെന്റം. ന്യൂട്ടൺസ് തേർഡ് ലോ ആണെങ്കിൽ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിന് അധികവും വരാറ്. ഓക്കെ.